അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പവിത്രമാസങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. ഒരു വർഷത്തിൽ 12 മാസം. യൗമ ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇത് യാദൃശികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹു വളരെ കൃത്യമായി തീരുമാനിച്ച് ഖദറാക്കി സൃഷ്ടിച്ച് നടപ്പിൽ വരുത്തിയ വിഷയമാണിത്. കാലവും സമയവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടൊരു സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചതാണതിനെ. കാലത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു, സമയത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് സമയം. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിൽ നിന്ന് 4 മാസങ്ങളെ വളരെയധികം പവിത്രമാസമാക്കി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്തതാണത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ പവിത്രമായ 4 മാസങ്ങളുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാകുന്നു ശരിയായ മതം. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള, ഇസ്ലാം മനസ്സിലാക്കി തന്ന കാര്യമാണിത്. ആ രൂപത്തിൽ ഓരോന്നിനും അതിൻ്റേതായ പവിത്രതകളും മറ്റും കാത്തു സൂക്ഷിക്കലാണ് മതത്തിൻ്റെ അടിസ്ഥാനം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്. ഫലാ തദ്ലിമു, നിങ്ങൾ അക്രമം കാണിക്കരുത്. ഫീഹിന്ന, ഈ 4 മാസങ്ങളിൽ, അൻഫുസക്കും, നിങ്ങളോട് തന്നെ. അപ്പോൾ മറ്റു മാസങ്ങളിലൊന്നും തന്നെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, ഹറാമ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ 4 മാസങ്ങളിൽ അത് കൂടുതൽ ഗൗരവമുള്ളതാണ്. ഏതൊക്കെയാണ് ഈ 4 മാസങ്ങൾ? ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ബക്റത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സനതു 12 ശഹ്റ, ഒരു വർഷം 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാസമാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, അതിൽ 3 തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം, ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും. വറജബു മുളർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിൻ്റെയും ജുമാദയുടെയും ഇടയിൽ വരുന്ന റജബ് മാസം. അപ്പോൾ അത് വേറിട്ട് നിൽക്കുന്നു. ബാക്കി 3 തുടർച്ചയായ 3 മാസങ്ങളാണ്. അപ്പോൾ പവിത്രമായി എണ്ണപ്പെട്ടിട്ടുള്ള ഈ 4 മാസങ്ങൾ, ഈ 4 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുകയാണ്, ളുൽമ് തീരെ ചെയ്യാൻ നമ്മൾ പാടില്ല. പക്ഷേ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ഈ 4 മാസങ്ങൾക്ക് നിങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കണം, പവിത്രത കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തോട് ആ ദിവസങ്ങളിൽ അതിക്രമം കാണിക്കരുത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും ഐ ഫീ ഹാദിഹിൽ അശ്ഹൂരിൽ മുഹറമ, പവിത്രമാക്കപ്പെട്ട ഈ 4 മാസങ്ങളിൽ, ലിഅന്നഹു ആക്കദു വ അബ്ലഗു ഫിൽ ഇസ്മി മിൻ ഗൈരിഹ, മറ്റു മാസങ്ങളെക്കാൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇരട്ടി ശിക്ഷയാണ്. ശ്രദ്ധിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവരുത്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കും ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക്, ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക്. കമാ അന്നൽ മആസിയ ഫിൽ ബലദിൽ ഹറാമി തുളാഅഫ്, ഹറം പ്രദേശങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ലഭിക്കുന്നത് പോലെ
അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുസിഖുഹു മിൻ അദാബിൻ അലീം. ഹറമുകളിൽ വെച്ച് ആരെങ്കിലും ളുൽമ് ചെയ്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ഹറാം ചെയ്യാമെന്നാണോ? അല്ല, അതിനും ശിക്ഷയുണ്ട്. പക്ഷേ ഹറമുകളിൽ വെച്ച് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിയാണ്. എന്നതുപോലെ മറ്റു മാസങ്ങളിലും തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ പവിത്രമാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ആ മാസങ്ങളിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ വകദാലിക ശഹറുൽ ഹറാമു തുഗ്ലദു ഫീഹിൽ ആസാം, പാപങ്ങൾക്ക് വലിയ ഗൗരവം നൽകപ്പെടുന്ന മാസമാകുന്നു, അതിൽ വമ്പിച്ച ശിക്ഷ ലഭിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്നത് ഇപ്രകാരമാണ്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ ഈ 4 മാസങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്യരുത്. ഫീ കുല്ലിഹിന്ന, ഫലാ തദ്ലിമു ഫീഹിന്ന എന്നിവിടെ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഫീ കുല്ലിഹിന്ന, 12 മാസവും ചെയ്യാൻ പാടില്ല. സുമ്മഖ്തസ്സ മിൻ ദാലിക 4 അശ്ഹുരിൻ, പിന്നീട് അതിൽ നിന്ന് 4 മാസങ്ങളെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. ഫജഅലഹുന്ന ഹറാമ, അതിനെ അള്ളാഹു പവിത്രമാക്കി. വഅദ്ദമ ഹുറുമാതിഹിന്ന, അതിൻ്റെ ഹുറുമാത്തിനെ അള്ളാഹു കൂടുതൽ മഹത്വമുള്ളതാക്കി. വജഅല ദൻബ ഫീഹിന്ന അഅളം, അതിലെ പാപങ്ങളും വമ്പിച്ച കുറ്റമാണ്. വൽ അമല സ്വാലിഹ വൽ അജ്റ അഅളം, അതിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലവുമാണ്. ഇത് രണ്ടുമാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നമ്മൾ അവഗണിച്ചു പോകുന്ന, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ വിട്ടുപോകുന്ന കാര്യം. ഈ 4 മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലമുണ്ട്. ഈ 4 മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയുമുണ്ട്. മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും ഇന്നൽ ളുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ളമു ഖതീഅതൻ വവിസ്റാ, പവിത്രമാസങ്ങളിൽ ഹറാമുകൾ ചെയ്യുന്നത് വലിയ അപകടമുള്ളതും വലിയ പാപഭാരമുള്ളതുമാകുന്നു. മിനൽ ളുൽമി ഫീ സിവാഹ, മറ്റു മാസങ്ങളേക്കാൾ. വ ഇൻ കാന ളുൽമു അലാ കുല്ലി ഹാലിൻ അളീമൻ വലാകിന്ന അല്ലാഹു യുഅള്ളിമു മിൻ അംരിഹി മാ യശാ, പാപങ്ങൾ ഏത് സമയത്തും ഗൗരവമുള്ളതാണെങ്കിലും അള്ളാഹു ചിലതിന് മറ്റു ചിലതിനേക്കാൾ മഹത്വം കൽപ്പിക്കുന്നു. അതിനെ നമ്മളും മഹത്വമുള്ളതായി അംഗീകരിക്കണമെന്നാണ്. ഇന്നല്ലാഹ സ്വഫായ മിൻ ഖൽഖിഹി ഇസ്തഫാ മിനൽ മലായികത്തി റുസുല വമിനൻ നാസി റുസുല വസ്തഫാ മിനൽ കലാമി ദിക്റ വസ്തഫാ മിനൽ അർദിൽ മസാജിദ് വസ്തഫാ മിനശ് ശുഹൂരി റമളാന വൽ അശ്ഹുറൽ ഹുറും ഇസ്തഫാ മിനൽ അയ്യാമി യൗമൽ ജുമുഅ വസ്തഫാ മിനൽ ലയാലി ലൈലത്തുൽ ഖദ്ർ ഫഅദ്ലിമു മാ അല്ലമല്ലാഹ് فإنما تعلم الأمور بما علمها الله به عند أهل الفهم وأهل العقل. അദ്ദേഹം പറയുന്നത്, അഖിലുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, കാര്യങ്ങൾ വകതിരിച്ച് അറിയുന്ന ആളുകൾ, അവർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് അള്ളാഹു അതിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു. മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. പ്രവാചകന്മാർ മനുഷ്യരല്ലേ? ആണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ഒരു സാധാരണക്കാരനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല. എന്തെല്ലാം ഫളായിലുകൾ കൊണ്ട് അള്ളാഹു ഉയർത്തി, അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ്. മലക്കുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തിരഞ്ഞെടുത്തു. ഹമലത്തുൽ അർശിനെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. വഹീൻ്റെ മലക്കുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ്. അത്ര തന്നെ. അള്ളാഹു തിരഞ്ഞെടുത്തു, നമ്മളത് അംഗീകരിക്കുന്നു. ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ചയെ തിരഞ്ഞെടുത്തു. മാസങ്ങളിൽ നിന്ന് റമളാനിലെയും ഈ പവിത്ര മാസങ്ങളെയും അള്ളാഹു തിരഞ്ഞെടുത്തു. രാത്രികളിൽ നിന്ന് ലൈലത്തുൽ ഖദറിനെ തിരഞ്ഞെടുത്തു. പകലുകളിൽ നിന്ന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ തിരഞ്ഞെടുത്തു. അയ്യാമു തശ്രീഖിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഹജ്ജിന് വേണ്ടി പ്രത്യേക സമയവും സന്ദർഭവും തിരഞ്ഞെടുത്തു. ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മീഖാത്തുകൾ നമുക്ക് മനസ്സിലാക്കി തന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മസ്ജിദുകളെ അള്ളാഹു തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഓരോന്ന് നോക്കിയാലും തെരഞ്ഞെടുപ്പ് അള്ളാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അള്ളാഹു സൃഷ്ടിക്കുന്നു, അള്ളാഹു തിരഞ്ഞെടുക്കും. നമുക്കതിൽ അവകാശങ്ങളൊന്നുമില്ല, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരവുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തിയതിനെ മഹത്വപ്പെടുത്തൂ. അദ്ദേഹം പറയുകയാണ്, ഫഅള്ളിമു മാ അല്ലമല്ലാഹ്, അള്ളാഹു വലുപ്പം നൽകിയതിന് നിങ്ങളും വലുപ്പം കാണൂ. അപ്പോൾ പവിത്രമാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. അതിനോടുള്ള ആ ഒരു പവിത്രത നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. അങ്ങനെയുള്ള വളരെ വലിയൊരു പവിത്ര മാസത്തിലാണ് നാം ഉള്ളത്. അതേതാണ്? മുഹറം മാസമാണ്. ഈ പവിത്രമായ 4 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരിൽ പണ്ഡിതന്മാർ പറയുന്നത്
ഹറാമാക്കപ്പെട്ട അഥവാ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ്. കാരണം ആ മാസത്തിന് തന്നെ ആ പേരാണ് മുഹറം, പവിത്രമാക്കപ്പെട്ടത്. മറ്റു മാസങ്ങൾക്ക് ഈ പേരില്ല. അപ്പോൾ പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. പക്ഷേ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. മുഹറം, പവിത്രമാക്കപ്പെട്ട മാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിന് നേരത്തെ പറഞ്ഞ് 4 മാസങ്ങൾക്കും പവിത്രതയുണ്ട്. അതിലേറ്റവും കൂടുതൽ പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ്. ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബൈത്തുള്ള, എല്ലാ വീടും അള്ളാഹുവിൻ്റെതാണ്. എന്നാലും മസ്ജിദുകൾ ബൈത്തുള്ള എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്നാൽ വിശ്വാസികളെ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നത് പോലെ മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിലും മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ നോമ്പാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ്. അവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച പദം ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിൻ്റെ മാസം, ആ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്നുള്ള വിശേഷണം വളരെ ഗൗരവമുള്ള വിശേഷണമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് നാം അതിൻ്റേതായ പവിത്രതയും പ്രത്യേകതകളും കൽപ്പിക്കുകയും ഹറാമുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്നൊക്കെ നാം ഈ മാസത്തിൽ പ്രത്യേകിച്ചും വിട്ടുനിൽക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഹറം മാസത്തിലെ ആഷൂറ നോമ്പാണ്. മുഹറം 10-ൻ്റെ നോമ്പാണ്. ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദർക്കിടയിൽ അത് നിലനിന്നിരുന്നു. മക്ക മുശ്രിക്കുകൾ വരെ ഈ നോമ്പ് നോറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പ് നോറ്റിരുന്നു, വിശ്വാസികളും നോമ്പ് നോറ്റിരുന്നു. അതിന് 4 ഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ 3 ഘട്ടങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, മക്കയിൽ വെച്ച് മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ മുഹറം മാസം നോറ്റിരുന്നു. കാരണം നമുക്കറിയാം, അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരോ മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ചവരല്ല. അവർ ഇബ്രാഹിം നബിയിലും ഇസ്മായിൽ നബിയിലൊക്കെ വിശ്വസിക്കുന്നവരും കഅബയെ സംരക്ഷിക്കുന്നവരും കഅബയുടെ ആളുകളും കഅബയെ തവാഫ് ചെയ്തവരും ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും ഒക്കെയാണവർ. അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു എന്നുള്ള ഗുരുതരമായ തെറ്റവർ ചെയ്തു. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ നോമ്പ് അവർ നോറ്റിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ നോറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ നോമ്പ് അവരുടെ കൂടെ നോൽക്കാറുണ്ടായിരുന്നു. നബി ആവുന്നതിന് മുമ്പും നബി ആയതിനു ശേഷവും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരിക്കലും വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂല് ഇത് നോൽക്കാൻ പറയുകയോ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകനും അറിയില്ലായിരുന്നു. അങ്ങനെ നോറ്റു വരുന്ന ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോറ്റു. അള്ളാഹുവിൽ നിന്ന് വിലക്കുകളില്ലാത്തത് കൊണ്ട്, അത് തെറ്റായിരുന്നെങ്കിൽ അള്ളാഹു വിലക്കുമായിരുന്നു. ആ വിലക്കുകളില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത് തുടർന്നു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്. അള്ളാഹുവിൻ്റെ റസൂൽ നോറ്റിരുന്നു, പക്ഷേ സ്വഹാബികളോട് നോൽക്കാൻ പറഞ്ഞിരുന്നില്ല. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് യഹൂദന്മാരും നോൽക്കുന്നതാണ്, അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പ്രവാചകന് തോന്നി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ എന്തിനാണ് ആഷൂറ നോമ്പ് നോൽക്കുന്നത്, മുഹറം 10-ൻ്റെ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ് എന്ന് പ്രവാചകൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഞങ്ങളുടെ നബിയായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ അത്ഭുത സംഭവം നടന്നത് മുഹറം 10-നാണ്. മുഹറം 10-നാണ്. അതുകൊണ്ട് അതിനോടുള്ള സന്തോഷപ്രകടനാർത്ഥം ഞങ്ങൾ ഈ ദിവസം നോമ്പ് നോൽക്കുകയാണ്. അപ്പോൾ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നോമ്പ് നോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ആദർശം കൊണ്ട് അടുത്തത് ഞങ്ങളാണ്. കാരണം നിങ്ങൾ പല പിഴവിലുമാണുള്ളത്. പക്ഷേ ഞങ്ങളാണ് മൂസാ നബിയുടെ യഥാർത്ഥ ആ പാതയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളും ആ നോമ്പ് നോൽക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ആ ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു എന്നാണ്. ഒരു നിർബന്ധം പോലെയാണ് കൽപ്പിച്ചത്.
മുഹറത്തിലെ ആശൂറ നോമ്പ് നോൽക്കണം. അമറാന്നാണ് പറഞ്ഞത്, കൽപ്പിച്ചു. അതൊരു ഓർഡറായിരുന്നു എന്നാണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇപ്പോൾ വിശ്വാസികളൊക്കെ മുഹറം മാസമായാൽ നോമ്പ് നിർബന്ധമായി നോറ്റിരുന്നു മദീനയിൽ വന്നപ്പോൾ. എന്നാൽ ഹദീസിൽ കാണാം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ആ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ഇഷ്ടമുള്ളവർ മുഹറത്തിൽ നോമ്പ് നോറ്റാൽ മതി. ഇഷ്ടമുള്ളവർക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഖുറൈശൻ കാനത്ത് തസൂമു യൗമ ആശൂറ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആശൂറ നോമ്പ് നോറ്റിരുന്നു. സുമ്മ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിയാമിഹി ഹത്താ ഫുരിള റമളാൻ. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂലും നോറ്റിരുന്നു. സ്വഹാബികളോട് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഷാഅ ഫൽയസും, ഇഷ്ടമുള്ളവർ നോമ്പ് നോറ്റോളൂ. വമൻ ഷാഅ അഫ്തർ, ഇഷ്ടമുള്ളവർ നോമ്പ് നോൽക്കേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ ആ വുജൂബിൽ നിന്ന് അതിനെ സുന്നത്താക്കി മാറ്റി. ഇഷ്ടമുള്ള ആളുകൾക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ്. വുജൂബിൽ നിന്ന് അതിനെ സുന്നത്തിലേക്ക് മാറ്റി. നാലാമത് അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുഹറത്തിലെ 9 കൂടി നോൽക്കും. അവിടെ അത്താസി 9 എന്ന് പറഞ്ഞാൽ ആശൂറായെ അവഗണിച്ചു കൊണ്ടല്ല. കാരണം ആശൂറ അതങ്ങനെ തന്നെയാണ്. കാരണം ആ ദിവസമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഫിർഔനിൽ നിന്ന്. ആശൂറ നോമ്പിന് അതിൻ്റേതായ മഹത്വമുണ്ട്. അതുകൊണ്ട് ആശൂറ എന്ന് പറയുന്ന 10ാമത്തെ ദിവസത്തെ ഒഴിവാക്കിയിട്ടല്ല 9, മറിച്ച് 9 കൂടി ഞാൻ നോൽക്കും. കാരണം യഹൂദന്മാരും ആ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട്, യഹൂദരിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്, സ്വഹാബികൾ പറഞ്ഞു, യഹൂദന്മാരും മഹത്വപ്പെടുത്തുന്ന ദിവസമാണല്ലോ, അവരും നോമ്പ് നോൽക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അവരിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ 9 കൂടി നോൽക്കും. അപ്പോൾ 9ഉം 10ഉം നോൽക്കലാണ് അതിൻ്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. എന്നാൽ 10 മാത്രം നോറ്റാലും അത് ഖൈറ് തന്നെ. 9 നോറ്റ് 10 ഒഴിവാക്കുന്നത് ഖൈറല്ല. കാരണം 10ന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസിയാമു യൗമി ആശൂറ. ആശൂറ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് മുഹറം 10 തന്നെയാണ്. അതുകൊണ്ടാണ് ആശറ എന്ന വേർഡ് ഉപയോഗിച്ചത്. അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ദുൽഹജ്ജ് മാസം യൗമു അറഫയിൽ അറഫ നോമ്പ് നോറ്റാൽ 2 വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. മുഹറത്തിലെ ഈ നോമ്പ് കൂടി നോറ്റാൽ 3 വർഷത്തെ ചെറിയ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ ചാൻസുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആശൂറ നോമ്പ് നോൽക്കുക, മുഹറം 10ൻ്റെ നോമ്പ് നോൽക്കുക. സാധിക്കുന്ന ആളുകൾ 9ഉം 10ഉം ഈ 2 ദിവസവും നോൽക്കുക. അതോടൊപ്പം തന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ഇത് മുഹറം 10നെ ഉദ്ദേശിച്ച് മാത്രമല്ല, മറിച്ച് മൊത്തത്തിൽ മുഹറം മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ ഖൈറാണ്. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള മാസമാണ്. അതുകൊണ്ട് എത്ര നോമ്പ് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നല്ലത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനായി നോറ്റിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ റമളാൻ മാസം മാത്രമാണ് 30 ദിവസവും നോമ്പ് നോറ്റത് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റമളാൻ അല്ലാത്ത ഒരു മാസവും അള്ളാഹുവിൻ്റെ റസൂൽ 30 ദിവസവും കണ്ടിന്യൂസ് ആയി നോമ്പ് നോറ്റിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നോറ്റത് ഷഅബാൻ മാസത്തിലാണെന്ന്. ഷഅബാൻ മാസത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹറം മാസത്തിലാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നത്, മുഹറം മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് കുറയുകയും ഷഅബാനിൽ കൂടുകയും ചെയ്യാൻ കാരണം ഒരു പക്ഷേ മുഹറം മാസത്തിൻ്റെ ആ വലിയ ഫളായിലിനെ കുറിച്ചുള്ള വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലായിരിക്കാം അവതരിച്ചത്. അതുകൊണ്ടാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞതിനാൽ നമുക്ക് മുഹറം മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കാവുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും വലിയ ഹിജറ. അത് എല്ലാ മാസവും എല്ലാ ദിവസവും എല്ലാ പകലും എല്ലാ രാത്രിയിലും അങ്ങനെ തന്നെ. അതിൽ തന്നെ പവിത്രമായ ഈ 4 മാസങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ തെറ്റുകൾ വരാതിരിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും. അതിൽ തന്നെ മുഹറം മാസത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. ആ മാസത്തിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. എന്നാൽ ഇതിനെ ശകുനത്തിൻ്റെ മാസമായി കാണുന്ന ചില ആളുകളുണ്ട്. മഅദല്ലാഹ്, എന്തുമാത്രം വലിയ ജഹാലത്തും ഖുറാഫാത്തുമാണത്. ഇത്രയും പവിത്രമായൊരു മാസത്തെ ഏറ്റവും മോശമായ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസമാക്കി, ദിവസങ്ങളാക്കി മുഹറം മാസത്തിലെ ദിവസത്തെ കാണുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ഖുറാഫാത്തും ജഹാലത്തുമാണത്. അതേപോലെ തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നോമ്പുവറ്റത്, സന്തോഷിക്കാനുള്ള മാസം. എന്നാൽ വേറെ ചില ആളുകൾ മാറത്തടിച്ചും ആർത്തട്ടഹസിച്ച് കരഞ്ഞും കൊണ്ട് ദുഃഖാചരണത്തിൻ്റെ മാസമാക്കി ഇതിനെ മാറ്റി. നോക്കൂ നിങ്ങൾ, പിശാചി എത്ര തന്ത്രപരമായിട്ടാണ് ദുർബലരായ അറിവില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കുകയും നേരെ ഓപ്പോസിറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ വഴിപഴച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാൻ 2 കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴച്ചു പോകൂല. അതൊന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പിശാച് അത്തരം ആളുകളെ വഴിപഴപ്പിച്ച് കൊണ്ടുപോകും. കാലഖീലകളിലും ഖുറാഫാത്തുകളിലേക്കും അവരെ വലിച്ചേഴ്ച്ചു കൊണ്ടുപോകും. അത്തരമൊരവസ്ഥയും നമുക്കുണ്ടാവാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.